അന്തർദേശീയ വിപണിയിൽ ക്രൂഡിൻ്റെ വില 104 ഒക്കെ ആയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും വരും. ഇനിയും വില കൂടിക്കൊണ്ടിരിക്കാം. അത് എന്തെങ്കിലും ഒരു സമയത്ത് ഈ വിലവർദ്ധനവ് നിന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ സാർ അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. സാർ, ഇങ്ങനെ വിലവർദ്ധനവ് വന്നിട്ട് ആ വിലവർദ്ധന നിർത്തി ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ കഴിയും സാർ? സാർ, ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥയുണ്ടോ എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നു, ഈ സഭ അംഗീകരിക്കുന്നതാണ്, നാട്ടുകാർ അറിയുന്നതാണ്. സാർ, നമുക്ക് ഈ കഴിഞ്ഞ മാർച്ച് 31 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഭീമമായ വിലവർദ്ധനമാണ് സാർ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വന്നിരിക്കുന്നത്. സാർ, നമ്മുടെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1883 രൂപയിൽ നിന്നും ഒറ്റയടിക്ക് 3133 രൂപയായി വർദ്ധിച്ചു എന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുകയാണ്. ഇന്നിപ്പോൾ ഹോട്ടലുകൾ പ്രായോഗികമായി പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. സാർ, പെട്രോളിൻ്റെ വില 113 രൂപ 66 പൈസ, ഡീസൽ 102 രൂപ എന്ന നിലയിലാണ് വർദ്ധിച്ചത്. സാർ, ഇതിനകത്ത് നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയൊരു പ്രശ്നം കൂടിയുണ്ട്. ബിറ്റുമിൻ്റെ വില, ടാറിൻ്റെ വില 54 രൂപ 54,000 നിന്നും ഏകദേശം 1,00,000 രൂപയായിട്ട് വർദ്ധിച്ചു. നമ്മുടെ ഫ്യൂവലിൻ്റെ വിമാനത്തിനുള്ള ഫ്യൂവലിൻ്റെ വിലയും വർദ്ധിച്ചു. സാർ, ഇങ്ങനെയുള്ള വിലവർദ്ധന വരുമ്പോൾ മുൻപ് എങ്ങനെയാണ് സാർ ചെയ്തിരുന്നത്? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പം, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദം ഉയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? സാർ, കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 രൂപ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ റേറ്റുണ്ട് സാർ. സാർ, കണക്ക് ഇതിനകത്ത് കൂട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് സാർ. കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രൂപ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ 30% പെട്രോളിന്, ഡീസലിന് 22% അധികമാണ്. അപ്പോൾ ഓരോന്നിനുമുള്ള ശതമാനം അനുസരിച്ചിട്ട് അധികമായി വർദ്ധിക്കുന്നത് ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്.